ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസ്മീസ് ഫുഡ് ബുക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പുതിയതായിട്ടൊരു കറി പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ളൊന്ന് ചതച്ചെടുക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. സാധാരണയായിട്ട് മീൻകറിയിൽ ഉള്ളി ചേർക്കുമ്പോൾ ഒന്നിലെ അരിഞ്ഞ് ചേർക്കും, അല്ലെങ്കിൽ മൊത്തത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചതച്ചൊന്ന് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വേണമെങ്കിൽ വഴറ്റി എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് ശേഷം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത് ഡയറക്റ്റാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പൈസ് റാക്കിൻ്റെ ഫിഷ് മസാലയാണ്. കുറേ നാളുകളായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതാണ്. ഒരു 3 മാസമായിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാണ്ട് നാച്ചുറലായിട്ട് ഒതൻറ്റിക് ഫ്ലേവറിൽ തന്നെയാണ് ഇവരിത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് വളരെ വിശ്വസിച്ച് തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാനിത് 3 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ല പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ താഴെ ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്കിടെ വേറെയും ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ പൗഡർ, ഗരം മസാല, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇവർക്ക്. അപ്പം താല്പര്യമുള്ളവരൊന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂൺ കറി പൗഡർ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ചെറിയ ഉള്ളിയും 3 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് ഒരുപാട് വേണ്ട ആവശ്യമില്ല, തേങ്ങ അരച്ച കറിയായതുകൊണ്ട്. അതുകൊണ്ട് ഒരു കഷ്ണം പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. മീൻ മുളകിട്ട കറിയും ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ചുകൂടി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചേർക്കണമെന്നേ ഉള്ളൂ. ഫിഷ് മസാല ഈ അളവിൽ തന്നെ 2 ടീസ്പൂൺ മാത്രം ചേർക്കേണ്ടതേ ഉള്ളൂ. അതും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് നന്നായിട്ട് വഴറ്റി തേങ്ങയുടെയും പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പറയാനായിട്ട് വിട്ടുപോയതാണ്, സ്പൈസ് റാക്കിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽസ് അവർക്കിടെ അറിയുകയും ചെയ്യാം. അതുപോലെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചും തരുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മീൻകറിക്ക് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള അയലയാണ്. കഷ്ണ മീനുകളോ എന്ത് വേണമെങ്കിലും ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് അയല ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് തവി വെച്ചൊന്ന് ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കിയിട്ട് ചുറ്റിച്ച് കൊടുക്കണം. തുണി വെച്ച് 2 സൈഡിലും പിടിച്ച് ചുറ്റിച്ചാണ് ഇത് കൊടുക്കേണ്ടത്. മീൻകറി നമ്മൾ ഒത്തിരി ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോവും.
അപ്പം ഇവിടെ മീനൊക്കെ നന്നായിട്ട് വെന്തിപ്പോൾ വന്നിട്ടുണ്ട്. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പം ഇതിൻ്റെ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കറിയും നന്നായിട്ട് കുറുകി മസാലയൊക്കെ മീനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ മീൻ വെന്തിട്ടുണ്ടോയെന്നൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിലും പച്ചയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മണിക്കൂറിന് ശേഷം മീൻകറി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം കുറച്ചുകൂടി അതിൽ പിടിക്കാനായിട്ട്. ഇന്നത്തെ ഫിഷ് കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.